ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി സീ ഫുഡ് റെസ്റ്റോറൻ്റായ കടലിനുള്ള റെസ്റ്റോറൻ്റാണ്. അച്ചമ്മ ലക്ഷ്മി നായരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ വിഴിഞ്ഞം ബോട്ടിൽ വന്നപ്പോൾ നല്ലൊരു ഫുഡ് സ്പോട്ടായിട്ട് ഇതാണ് അച്ചമ്മ പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഈ ലൊക്കേഷൻ അടിച്ച് ഇങ്ങോട്ട് പോകുന്നു ഗായ്സ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല വിസ്താരമായിട്ടുള്ള കടൽ കാണാം. ഇത്തിരി അങ്ങോട്ട് പോയാൽ നമ്മളെ വിഴിഞ്ഞ ഹാർബറും കാണാം. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി 2 ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ക്രൗഡഡാണെന്നും പറയാം. ഇവിടുത്തെ കിച്ചണെല്ലാം നല്ല ഓപ്പണാണ്, അവർ കുക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഈ വിൻഡോയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ കടലെല്ലാം കാണാം. അവിടെ ഒരു ടൂറിസ്റ്റ് റെസ്പോർട്ടൊക്കെ ഉണ്ട്. ഒരു നല്ല ബ്യൂട്ടിഫുൾ നല്ല കാറ്റും വരുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ ദൂരെയൊക്കെ കുറേ കപ്പലുകൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫുഡ് എന്ന് പറയുമ്പം തോരൻ, അവിയൽ, സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന കറിയുടെ സെയിം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല കുത്തരി ചോറും സാമ്പാറുമാണ് ഞാൻ എടുത്തത്. കുറേ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുമായിരുന്നു ഇവിടെ. ഞങ്ങൾ ഓർഡർ ചെയ്തത് പുന്നാര മീൻ റോസ്റ്റ്, പിന്നെ മീൻ മുട്ട, പിന്നെ പ്രോൺ മസാല. അമ്മയ്ക്ക് പ്രോൺ മസാല അലർജി ആയതുകൊണ്ട് പ്രോൺ ഒന്നും കഴിക്കാൻ നിന്നില്ല. പക്ഷെ ഞങ്ങളാണെങ്കിൽ എല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്. നല്ല പുന്നാര മീൻ എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ പ്രോണിൽ ഫുള്ള് മസാല എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ മുട്ടയാണെങ്കിൽ നല്ല സ്പൈസി ആയിരുന്നു. നല്ലൊരു ഹെവി മീലിന് ശേഷം അവിടുത്തെ കാഴ്ചകളും കാറ്റും ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങൾ ഇത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ പോയത്. ഈ കാണുന്ന പാറപ്പുറത്തൊക്കെ കുറേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആൾക്കാർ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഭൂമിനെ പൊല്യൂട്ട് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മൾ ഇത്തിരിയും കൂടെ അങ്ങോട്ട് പോയാൽ നമ്മുടെ വിഴിഞ്ഞ ഹാർബർ കാണാം. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് കാണാം. നല്ല കാറ്റും നല്ല ഭംഗിയുള്ള കടലും കണ്ട് ഞങ്ങൾ ഒത്തിരി നേരം അവിടെ നിന്നു. പിന്നെ അവിടെ ദൂരെ ഒരു ലൈറ്റ് ഹൗസും കാണുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു.